5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്ന ജോലി വേണോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ സാലറി കിട്ടുന്ന കുറച്ച് ജോലി പ്രൊഫൈലുകളെ കുറിച്ച്. ഹബീബി, കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 3 ലക്ഷം രൂപ വരെ ഒരു ഫ്രഷേഴ്സിന് ഇവിടെ വന്നാൽ ശമ്പളം കിട്ടാവുന്ന കുറച്ച് ജോലി പ്രൊഫൈലുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ അത് കുറച്ചുകൂടി ഗ്രാഫ് ഒന്ന് മേലോട്ട് ഉയർത്തി 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷത്തിന് മുകളിൽ വരെ ശമ്പളം ലഭിക്കാവുന്ന കുറച്ച് ജോലി പ്രൊഫൈലുകൾ, കുറച്ച് ഹൈ ലെവൽ ജോലി പ്രൊഫൈലുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സ് ചോദിച്ചു, എങ്ങനെയാണ് നമുക്കിവിടെ വിസിറ്റ് വിസ വരാൻ പറ്റുന്നത്, ഇപ്പോൾ വിസിറ്റ് വിസയുടെ കുറേ നിയമങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു, ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി, അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വിസിറ്റ് വിസ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന്. എന്തായാലും ഈ വീഡിയോ ഫുള്ള് കണ്ടു. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് വിസിറ്റ് വിസ എടുത്ത് ദുബായിൽ വരാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഫഷനിലോട്ട് പോകാം. ആദ്യത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സർജൻസ്. നമുക്കറിയാം, ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു മേഖല ആയിക്കോട്ടെ, ഏതൊരു തസ്തിക ആയിക്കോട്ടെ, അതിനെല്ലാം ഈ പറയുന്ന എല്ലാ രാജ്യത്തും, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഹൈ ഡിമാൻഡുമാണ്. എന്തുകൊണ്ടാണ് ഈ സർജന്മാർക്ക് ഇവിടെ ഇത്രയും സാലറി കിട്ടുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ, ദുബായ് ഞാൻ പറഞ്ഞില്ലേ ഒരു ആഗോള ഹബ്ബാണ്. പല രാജ്യത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാര്യം ഇവിടെ വരുന്ന എക്സ്പാറ്റുകൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺസിനും നല്ല രീതിയിലുള്ള ആരോഗ്യ പരിചരണം കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു കർശനമായിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള സർജന്മാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കുറച്ച് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള കുറച്ച് സർജൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 കാർഡിയോളജി, 2 ഓർത്തോപെഡിക്സ്, 3 ന്യൂറോ സർജറി. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്, ആദ്യം വേണ്ടത് മെഡിക്കൽ ഡിഗ്രി, അതായത് MBBS, MD അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി, പിന്നെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ, അതേപോലെ കുറഞ്ഞത് 5 മുതൽ 10 വർഷം വരെയുള്ള സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഈ പറയുന്ന ഡോക്ടേഴ്സിന് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 40,000 മുതൽ 80,000 വരെയാണ് ഇവർക്ക് ഒരു മാസം കിട്ടാവുന്ന സാലറി റേഞ്ച്. അതായത് INR-ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 9 ലക്ഷം രൂപ മുതൽ 18 ലക്ഷം രൂപ വരെയാണ് ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് സർജൻസിന്റെ ഇവിടുത്തെ ഒരു മാസത്തെ ആവറേജ് സാലറി. അടുത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO ആൻഡ് ജനറൽ മാനേജേഴ്സ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 2 മേഖലയിലും ഇത്രയും ഡിമാൻഡ് ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഡെയിലി പുതിയ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ വരുവാണ്. അത് ഇവിടുത്തുള്ളവരും ഉണ്ടാവും, പുറത്തുനിന്ന് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ കമ്പനികളും തുടങ്ങുകയാണ്. അപ്പോൾ ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഈ കമ്പനിയെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ കമ്പനിയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ മേഖലകളിലുള്ള വർക്ക് ചെയ്യുന്നവരെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പർട്ടിക്കുലർ കമ്പനിയെ ഗ്രോ അപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക്, അതുപോലെ തന്നെ ടാസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ തസ്തികയിലുള്ളവർക്ക് മറ്റുള്ളവരെ പോലെ ഫിക്സഡ് സാലറി മാത്രമല്ല, പകരം ഇവർക്ക് ബോണസ്, കമ്മീഷന്, പ്രോഫിറ്റ് ഷെയറിങ്, ഇങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങളും കൂടി ഉണ്ടാവും. ഇനി ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്. പിന്നെ ഈ പറഞ്ഞ തസ്തികയിലുള്ളവർക്ക് കുറഞ്ഞത് 10 വർഷത്തെയെങ്കിലും മാനേജേറിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത് ഇവിടെ GCC തന്നെ വേണം നിർബന്ധമില്ല. ഇവൻ നാട്ടിലായാലും മതി, അല്ലെങ്കിൽ വേറെ ഏത് ഫോറിൻ കൺട്രിയിലായാലും ഇവർക്ക് കുറഞ്ഞത് 10 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഏരിയയിൽ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഇവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എത്രയാണെന്ന് നമുക്ക് നോക്കാം. AED 70,000 മുതൽ 1,20,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ലഭിക്കാവുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി. ഇനി ഇത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 16 ലക്ഷം രൂപ മുതൽ 27 ലക്ഷം രൂപ വരെയാണ് ഇവർക്ക് ഒരു മാസം ലഭിക്കാവുന്ന ആവറേജ് സാലറി റേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ഒരു മാസത്തെ സാലറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കൂടാതെ ഇവർക്ക് ഇൻസെന്റീവ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ്ങും ഉണ്ടാവും. ഇനി അടുത്ത മേഖല എന്ന് പറയുന്നത് IT ഡയറക്ടേഴ്സ് ആൻഡ് IT മാനേജേഴ്സ്.
ദുബായ് ശരിക്കും ഒരു മാജിക്കൽ സിറ്റി തന്നെയാണ്. കാര്യം പുതിയ പുതിയ നൂതനമായിട്ടുള്ള ടെക്നോളജികളും പുതിയ പുതിയ നൂതനമായിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും ഈ പറയുന്ന ദുബായിൽ ആദ്യം അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം റീസെന്റ് എയർ ടാക്സി, അതേപോലെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി, അതേപോലെ തന്നെ ഡ്രോൺ ഫുഡ് ഡെലിവറി സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ദുബായിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കൂടാതെ പല പല IT മേഖലയിലുള്ള പല പല വലിയ ഹ്യൂജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ വലിയ ഡെവലപ്മെന്റ് നടക്കുന്നതുകൊണ്ട് തന്നെ IT, സൈബർ സുരക്ഷ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള തുടങ്ങിയ മേഖലകളിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഇവിടെ ഇപ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈ ഡിമാൻഡാണ്, ഹൈ പെയ്ഡും ആയിരിക്കും ഇവർ. ഇനി ഇവർക്ക് വേണ്ട ഒരു യോഗ്യത നോക്കിയാൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി, സർട്ടിഫിക്കേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അഥവാ CISSP ഓർ AWS. ഇനി ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 8 മുതൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ IT മാനേജ്മെന്റ് ഓർ ഇൻഫ്രാസ്ട്രക്ചർ. ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത് 25,000 ദിർഹംസ് മുതൽ 60,000 ദിർഹംസ് വരെ. അതായത് ഇന്ത്യൻ മണിയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ മുതൽ 13 ലക്ഷം രൂപ വരെയാണ് ഇവർക്ക് ഒരു മാസം ലഭിക്കാവുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ എഡ്യൂക്കേഷൻ, ഇവരുടെ എക്സ്പീരിയൻസ് ആൻഡ് ബേസ്ഡ് ഓൺ ദെയർ ഇന്റർവ്യൂ പെർഫോമൻസ്. അടുത്തത് ലോയേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ദുബായ് ഒരു വലിയ ബിസിനസ് ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്റർനാഷണൽ കമ്പനീസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പനികൾക്കെല്ലാം ഇവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ലോയറിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ലോയേഴ്സിന് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ലോ, കൺസ്ട്രക്ഷൻ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ തുടങ്ങിയ മേഖലകളിലാണ് ഇവിടെ ലോയേഴ്സ് ഏറ്റവും കൂടുതൽ സാലറി എടുക്കുന്നത്. ഇനി ഇവർക്ക് വേണ്ട ഒരു യോഗ്യത നമുക്ക് നോക്കാം. ഇവർക്ക് മസ്റ്റായിട്ട് ഒരു ലോ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് LLB ഓർ JD ഓർ ഇക്വലന്റ്. അതേപോലെ ഏതെങ്കിലും ഒരു ബാർ അംഗത്വം ലൈക്ക് UK, US അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ബാർ കൗൺസിലിൽ മെമ്പർ ആയിരിക്കണം ഈ പറയുന്ന ലോയേഴ്സ്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ലോ, മെർജേഴ്സ്, കൊമേഴ്ഷ്യൽ ലോ ഈ പറയുന്ന മേഖലയിലൊക്കെ ഇവർക്ക് നല്ല പരിജ്ഞാനമുള്ളവരും ആയിരിക്കണം. ഇനി ഇവർക്ക് ലഭിക്കുന്ന ഒരു ആവറേജ് സാലറി എത്രയാണെന്ന് നോക്കാം. AED 30,000 ദിർഹംസ് മുതൽ 70,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. INR-ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെയാണ് ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ സാലറി. അടുത്തത് എയർലൈൻ പൈലറ്റ്സ് ആൻഡ് ഏവിയേഷൻ പ്രൊഫഷണൽസ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈനുകളിൽ ഒന്നായ എമിറേറ്റ്സ് നമ്മുടെ ദുബായുടേതാണ്. ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്ന എയർപോർട്ടുകളിൽ ഒന്നാണ് ദുബായ് എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എമിറേറ്റ്സിലേക്ക് ഒരുപാട് വേക്കൻസീസ് വരും. ഈ പറയുന്ന പൈലറ്റ് അല്ലെങ്കിൽ എയർലൈൻ പ്രൊഫഷണലുകൾക്കൊക്കെ ഒരുപാട് വേക്കൻസീസ് വരും. അതേപോലെ തന്നെ ഇവർക്ക് വെൽ പെയ്ഡ് ആയിരിക്കും ഇവരുടെ സാലറിയും. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കാം. ഒന്നെന്ന് പറയുന്നത് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്, അതായത് ATP. അതുപോലെ വർഷങ്ങളായി വിമാനം ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് മസ്റ്റാണ്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് സിസ്റ്റം ടെക്നിക്കൽ നോളജും ഈ പറയുന്ന പ്രൊഫഷണലുകൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് ലഭിക്കുന്ന ഒരു ആവറേജ് സാലറി എത്രയാണെന്ന് വെച്ചാൽ AED 30,000 മുതൽ 80,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ലഭിക്കുന്ന ഒരു ആവറേജ് ഒരു മാസത്തെ സാലറി. ഇനി ഇത് INR-ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ മുതൽ 18 ലക്ഷം രൂപ വരെയാണ്. ഇനി അടുത്തത് ഫിനാൻഷ്യൽ മാനേജേഴ്സ്, CFO ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ്. ദുബായ് ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഇന്റർനാഷണൽ ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെന്റ് ഫേമുകൾ, അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇതെല്ലാം വളരെ വലിയ തോതിൽ തന്നെ ഗ്രോ അപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജേഴ്സ്, CFOs, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഇതുപോലെയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഡിമാൻഡും കൂടുതലാണ്. ഇനി ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ബാച്ചിലർ ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിനാൻസ്, അക്കൗണ്ടിംഗ് ആൻഡ് ബിസിനസ്. അതുപോലെ CFA, MBA, CPA എന്നീ സർട്ടിഫിക്കറ്റുകളും ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഫിനാൻഷ്യൽ അനാലിസിസ്, കോർപ്പറേറ്റ് ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് ലഭിക്കാവുന്ന ഒരു ആവറേജ് സാലറി എത്രയാണെന്ന് വെച്ചാൽ AED 40,000 മുതൽ 90,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ഒരു മാസം ലഭിക്കാവുന്ന ആവറേജ് സാലറി. ഇനി ഇത് INR-ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 9 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ. അടുത്തത് മാർക്കറ്റിംഗ് ഡയറക്ടർ ആൻഡ് ബ്രാൻഡ് മാനേജേഴ്സ്. ദുബായ് ഇന്ന് പല പ്രമുഖ ബ്രാൻഡുകളുടെയും ഗ്ലോബൽ ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ബ്രാൻഡുകൾക്കും അവരുടെ പ്രോഡക്റ്റുകൾ എല്ലാം മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടീം വേണം. ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ടീമിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് വിങ്ങിനെ ഹെഡ് ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ഡയറക്ടേഴ്സ്, അതുപോലെ ബ്രാൻഡ് മാനേജേഴ്സ്. ഇവരുടെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റിൽ സെല്ല് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക, അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പയിൻസ് റൺ ചെയ്ത് ലീഡ് ജനറേറ്റ് ചെയ്ത് സെയിൽസ് ടീമിന് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ
ജോലി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും ഇവർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 8 മുതൽ 10 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഈ പറഞ്ഞ മേഖലയിൽ ഇവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഇവരുടെ ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കാം. AED 25,000 മുതൽ 60,000 ദിർഹംസ് വരെയാണ് ഇവരുടെ ഒരു മാസത്തെ ആവറേജ് സാലറി. INR-ലോട്ട് നോക്കിയാൽ 6 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെ. അടുത്തത് പെട്രോൾ എഞ്ചിനീയേഴ്സ്. മിഡിൽ ഈസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എണ്ണ, അതായത് നമ്മൾ ഇന്നീ കാണുന്ന പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്നീ കാണുന്ന അവസ്ഥയിലെത്തിയത് പണ്ട് ഇവർ എണ്ണ കുഴിച്ചെടുത്ത് അത് പുറം രാജ്യത്തോട്ടൊക്കെ കയറ്റി അയച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു ഈ പറയുന്ന രാജ്യത്തൊക്കെ. ഇന്നും പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും വളരെ വലിയ തോതിൽ തന്നെ ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെട്രോളിയം എഞ്ചിനീയേഴ്സിന് വളരെ വലിയ സാധ്യതയാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ, എസ്പെഷ്യലി ദുബായിൽ ഉള്ളത്. ഇനി ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ മസ്റ്റായിട്ടും പെട്രോളിയം എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഡ്രില്ലിങ്, എക്സ്ട്രാക്ഷന് ആൻഡ് പ്രൊഡക്ഷൻ ടെക്നോളജീസിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു നോളജും ഈ പറയുന്ന പെട്രോളിയം എഞ്ചിനീയേഴ്സിന് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കാം. AED 30,000 മുതൽ 70,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി. INR-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 6 ലക്ഷം മുതൽ 14 ലക്ഷം വരെ. അടുത്തത് റിയൽ എസ്റ്റേറ്റ് മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സാധ്യതയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ പ്രോപ്പർട്ടി പ്രൊമോഷൻ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ റിയൽ എസ്റ്റേറ്റിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മാനേജേഴ്സിന് ഇവിടെ ഭയങ്കര സ്കോപ്പാണ്. അവർക്ക് സാലറി മാത്രമല്ല, സാലറി പ്ലസ് കമ്മീഷനുമാണ്. ഇനി ഇവർക്ക് വേണ്ടി ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ റിയൽ എസ്റ്റേറ്റ് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്രോപ്പർട്ടി ഡെവലപ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ് ഈ മേഖലകളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കില്ലും ഉണ്ടായിരിക്കണം. ഇവരുടെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 25,000 മുതൽ 60,000 ദിർഹംസ് വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കമ്മീഷൻ പ്ലസ് സാലറി വ്യവസ്ഥയിലുള്ള ഒരു ജോലിയാണ്. ഇവർ പ്രോപ്പർട്ടീസ് സെല് ചെയ്യുന്നത് വഴി വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇവർക്ക് കമ്മീഷനായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇനി INR-ലോട്ട് കൺവേർട്ട് ചെയ്താൽ 6 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെ. അടുത്തത് ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് മാനേജേഴ്സ്. അത്ഭുതങ്ങളുടെ ഒരു വലിയ കൂടാരമാണ് ദുബായ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ബുർജ് ഖലീഫ, അതുപോലെ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം, കടലിനുള്ളിൽ പണിതെടുത്ത പാം ജുമേര, ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ എന്നും ദുബായ് ലോകത്തിനു മുന്നിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ ഒരുപാട് ആർക്കിടെക്ടേഴ്സിൻ്റെയും എഞ്ചിനീയേഴ്സിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന മേഖലയിലുള്ള ആളുകൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. സോ ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് മാനേജേഴ്സിന്റെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കാം. ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് ഡിസൈനിങ്ങിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരിക്കണം. പിന്നെ കൺസ്ട്രക്ഷൻ കോഡ് ആൻഡ് പ്രൊജക്ട് റെഗുലേഷൻസിലുള്ള നോളജും ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 20,000 മുതൽ 60,000 ദിർഹംസ് വരെയാണ്. അതായത് 4 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെ. ഡേറ്റാ സയന്റിസ്റ്റ് ആൻഡ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ്. ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റാ സയൻസ് ഓർ എഞ്ചിനീയറിംഗ്, മെഷീൻ ലേണിംഗ് ഫ്രെയിംവർക്സിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, കൂടാതെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഡേറ്റ അനാലിസിസ് എന്നീ മേഖലയിൽ 10 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് ലഭിക്കുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 25,000 മുതൽ 50,000 ദിർഹംസ് വരെയാണ്. അതായത് 6 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെ. സോ ഈ പറഞ്ഞ പ്രൊഫഷണലുകളൊക്കെയാണ് ഇവിടെ 5 ലക്ഷം മുതലുള്ള സാലറി മേടിക്കുന്ന ആളുകൾ. സോ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് CV ഒക്കെ പ്രിപ്പയർ ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. സോ ഞാൻ ഈ വീഡിയോ ആദ്യം പറഞ്ഞത് ദുബായിലേക്ക് എങ്ങനെ വിസിറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നും അതിന് എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണമെന്നുള്ളതും, അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് പറയാം. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ, അതായത് നിങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ആ ഹോട്ടലിലാണ് ഇവിടെ വന്ന് താമസിക്കുന്നെങ്കിൽ ആ ഹോട്ടലിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ്, അതല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ. ഈ പറഞ്ഞ ഡോക്യുമെന്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റായിട്ട് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിസയൊക്കെ ഇട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി എയർപോർട്ടിൽ എത്തുമ്പം ഇമിഗ്രേഷനിൽ ഇവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചെങ്കിൽ മാത്രമേ അവർ ഇമിഗ്രേഷനിൽ നിങ്ങൾക്ക് അപ്രൂവൽ ചെയ്യത്തുള്ളൂ. അടുത്തത് ഫ്ലൈറ്റ് ബുക്ക്
ബുക്കിംഗ് ഡീറ്റെയിൽസ്. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ല കാണിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ 2 മാസമോ 3 മാസമോ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ താമസിച്ച് നിങ്ങളുടെ വിസ എക്സ്പയർ ആവുന്നതിന് മുമ്പ് തിരിച്ച് നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എടുത്തിട്ടുള്ള റിട്ടേൺ ടിക്കറ്റും ഉൾപ്പെടെയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓർ പ്രൂഫ് ഓഫ് സഫീഷ്യന്റ് ഫണ്ട്. അതായത് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ഈ പറയുന്ന 2 മാസം അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര മാസത്തെ വിസ കാലാവധി ഉണ്ടോ ഇത്രയും നാളും നിങ്ങൾക്ക് ഈ പറയുന്ന ദുബായിൽ വന്ന് സർവൈവ് ചെയ്യാനെ കൊണ്ടുള്ള നിങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ദർഹത്തിൽ, ശ്രദ്ധിക്കണം, രൂപയിലല്ല ദർഹത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് കാണിക്കുന്നതിനുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൂഫ് ഓഫ് ഫണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതണം. അത് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ അത് അവിടെ കൊടുക്കുകയും ചെയ്യണം. ഒരു വിസിറ്റിംഗ് വിസയുടെ നോർമൽ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് 3 മുതൽ 5 ദിവസം വരെയാണ്. പിന്നെ ഇതെല്ലാം ഈ പറയുന്ന എംബസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വിസിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റും അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ട കാര്യങ്ങളും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും മേഖലകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇനി കുറച്ച് വേക്കൻസി ഞാൻ കുറേ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിലെല്ലാം കണ്ടത് വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, വേക്കൻസീസ് ഉണ്ടെങ്കിൽ പറയുന്നുള്ളതാണ്. ഞാൻ കുറച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇവിടെയുള്ള കുറച്ച് പ്രൊഫഷണലുകളുടെയൊക്കെ കുറച്ച് വേക്കൻസീസ് ഒക്കെ ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡീഡ് അല്ലെങ്കിൽ നൗക്കരി ഗൾഫ് ഡുബിസിൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. കാര്യം ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.